എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ഈ ആഴ്ച 2-3 ദിവസം മുമ്പ് ഒരു ക്ലിപ്പ് കേട്ട്. ക്ലിപ്പ് നമ്മൾ കൂടുതൽ കേൾപ്പിക്കണമല്ലോ, ഹസൻ ഉസ്താദ് പറയല്ലോ, എന്നാലും ഇതൊന്ന് കേട്ടു നോക്കി. അത് ഇതിൻ്റെ ഇടയ്ക്കൊരു മൂല്യർ വന്ന്, അയാൾ ഈ ചികിത്സ കൊണ്ട ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് വല്ലാതെ ശത്രുക്കളാരെങ്കിലും നമ്മൾ ബേജാറാൻ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പ്രശ്നമുണ്ട്, അതിന് പരിഹാരമുണ്ട്, കത്തിയും കടാരൊന്നും വേണ്ട, യാദൽ ജലാലി വല്ലിക്കറ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിയാൽ മതി, അവിടെ സംഭവം നടക്കുന്നു. യൂട്യൂബിലൊക്കെ വന്നതാണ്. ഇത് കേട്ടപ്പോൾ പേരോട് അതിനെന്തിൽ പ്രസംഗിച്ച്. കാരണം ചിലപ്പോൾ ഈ കടാരൊക്കെ പേരോട് എടുക്കുന്നുണ്ടാവും, പക്ഷേ ഇത് പുറത്തങ്ങനെ പറയാൻ പറ്റൂല. നിങ്ങൾ പല കടാരി എടുത്ത് നോക്കുന്നുണ്ടല്ലോ. ആ മണ്ണാർക്കട ശംസു തോൽക്കാൻ വേണ്ടി അവസാനം ഇപ്പോൾ ആ കോയിമുട്ടയിലും കൂടി മർക്കസിക്ക് എത്തി. അപ്പം പറയാണ് ഇതാണ് ശൈഖുനാൻ്റെ കറാമത്ത്. ആയിക്കോട്ടെ, അന്ന് നമ്മൾ കുഴപ്പമില്ല, അതൊക്കെ എന്തോ ആയിക്കോളി. പേരോട് പ്രസംഗിച്ചു, അത് പ്രസംഗം ശരിയില്ല. എന്നിട്ട് അയാളെ വിളിച്ച് പേരോട് ഉപദേശിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഉത്തരവാദിത്താണ്. ഒരു ജനങ്ങളെ ഈമാനിനോ ജനങ്ങൾക്ക് സംശയങ്ങളോ ഉണ്ടാകുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ അത് തിരുത്തപ്പെടാനുള്ള നമ്മളെ ഒരു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. നിങ്ങളോട് ഒരു പ്രത്യേകമായിട്ട് നല്ലോണം കേട്ടോളി. പേരോട് പറയണേ, നമ്മളെ ആൾക്കാരെ ഈമാൻ ഫസാദാകണ പ്രശ്നം വന്നാൽ ആ ഇടപെടണം, ശ്രദ്ധിക്കണം, നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇയാൾക്കെതിരായി പേരോട് പ്രസംഗിച്ചു പറഞ്ഞാൽ ഇയാളാണ് പറഞ്ഞതൊന്നും പേരോടിന് അറിയില്ല, പേരോട് ഇങ്ങനെ പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാലും ജനങ്ങൾക്ക് ഈമാന് കുഴപ്പം പറ്റുന്ന വിഷയം വന്നാൽ നമ്മൾ പ്രതികരിക്കും. അതാണ് ഞാൻ നിർവഹിച്ചത്. ഇനി നിങ്ങളെന്ത് ചെയ്യണം? അയാളെ പേരോട് ഉപദേശിക്കുന്നുണ്ട്. നിങ്ങൾ പറയുക, ഒരു വീഡിയോ ഇറക്കുക, ഞാൻ പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം കേട്ട് അത് പ്രശ്നമാണെന്നൊക്കെ ഉസ്താദ് പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന അബദ്ധമാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ഇറക്കിയാളി, എന്നാൽ മാഷാ അല്ലാഹ് നിങ്ങൾ രക്ഷപ്പെട്ട്. കേട്ടോളി. നമ്മുടെ ഒരു ഉത്തരവാദിത്താണ്. ഒരു ജനങ്ങളെ ഈമാനിനോ ജനങ്ങൾക്ക് സംശയങ്ങളോ ഉണ്ടാകുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ അത് തിരുത്തപ്പെടാനുള്ള നമ്മളെ ഒരു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. നിങ്ങളോട് ഒരു പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ട് വെറുപ്പോ വിഷമമോ ഒന്നുമില്ല. നിങ്ങളായിട്ട് മനസ്സിൽ എനിക്കും വേണ്ട, ബുദ്ധിമുട്ടും വേണ്ട. നിങ്ങൾ വേണ്ടത് എന്താ വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നല്ലത് ഞാൻ വിചാരിക്കുന്നത്, നിങ്ങളൊരു വീഡിയോ പറയാം. ഞാൻ കുറെ ദിക്കറുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതിൽ ഒരു ദിക്കറ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതൊരു അബദ്ധമായി എന്ന് ഇങ്ങനെ പേരോട് ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഞാനത് തിരുത്തുകയാണ്. അത് ആരും അങ്ങനെ പ്രയോഗിക്കരുത്. അത് അതിനു വേണ്ടി പ്രയോഗിക്കാറുള്ളതല്ല. അത് ആരും പ്രയോഗിക്കരുത്. അതിൽ ഞാൻ ഖേദിക്കുന്നു. എന്നാ ബാബുത്തെ നമുക്ക് എല്ലാവർക്കും നല്ല ഈ തോൽപ്പിക്കരുത്. അങ്ങനെ ഒരു വാചകങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പ്രതിസ്ഥാനത്തുനിന്ന് ജനങ്ങളെ മനസ്സിൽ നിന്ന് പോവുകയും ചെയ്യും. ഓ, ആ സാധു പറഞ്ഞ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ആക്കിക്കോളാണ്. അത് ഇപ്പോഴത്തെ ഒരു മൂർഖം കുട്ടിയാണെങ്കിൽ ഇജ്ജ് പോയി ഇതൊക്കെ തിരുത്തി പാടാറി നോക്കി. നിങ്ങൾ അയാളാ യാദൽ ജലാലി വല്ലിക്കറ എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ ഇടപെട്ട് ഇതൊക്കെ മനുഷ്യന്മാരെ ഇമാം ഫസാദാക്കും. അതുകൊണ്ട് ഞങ്ങളെ തിരുത്തണം, അത് ശ്രദ്ധിക്കണം. ഇമാം ഫസാദാണ് അതിൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചെയ്താൽ മതി. പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടു, അതുകൊണ്ട് ഞാൻ തിരുത്തുകയാണ്. എന്നാൽ അയാൾക്കൊരു മാർക്കറ്റായല്ലോ. മാർക്കറ്റാണല്ലോ ഇപ്പോൾ സംഭവത്തിൽ നടന്നുകൊടുക്കണേ. ഇപ്പോൾ സെഞ്ചിനറിയായി ബന്ധപ്പെട്ടാണ് AP ഉസ്താദിൻ്റെ ദർസുണ്ട്. കാരണം 31 പാടല്ലേ ആഗോള കച്ചവടം. ഈ 5 ലക്ഷം ആൾക്കാർക്ക് ഇനി ഒരുപാട് കിതാബ് ഇറക്കും വലി. പിന്നെ നാട്ടിലെല്ലാവർക്കും അങ്ങനെ നല്ല പുസ്തകം വിറ്റ് ആ സമ്മേളനം നടത്താനുള്ള കാശുണ്ടാക്കാനുള്ള പിരിവാണിത്. ഇതൊക്കെ ശരിക്കും എല്ലാവരും മനസ്സിലായിക്കോളി. ഈ സാധുവിനെ നോക്കിങ്ങൾ അബൂജയിൽ വന്നാണ് സ്വഹാബത്തിന് ഉപദേശം കൊടുക്കണായി. നല്ല കോലുണ്ട്. യാദൽ ജലാൽ വല്ലിക്കറാരെ അസ്മായിൻ്റെ എന്തോ വകുപ്പ് അയാൾ പറഞ്ഞ് അങ്ങനെ പൊതുവാ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, കത്തിയും കടാരും വേണ്ടെന്ന് അയാൾ പറയണ്ടല്ലോ. ദിക്റല്ലാണ്ട് പരിപാടിയാണ്. പക്ഷെ നീ പറഞ്ഞതിൻ്റെ ഒക്കെ മാനദണ്ഡം എന്താ? അള്ളാഹ് റസൂലിന് നീരുണ്ട്, നീ തിരുത്തിയോ? റസൂലുള്ളാഹിന്റെ ഷാറൂബാർക്ക് തീയിലിട്ടാൽ കരിയും, തിരുത്തിയോ? അള്ളാഹ് റസൂല് സാധാരണക്കാർ സ്വപ്നം കണ്ടാൽ അത് പിശാചാവും, വാദം തിരുത്തിയിട്ടുണ്ടോ? അള്ളാഹ് റസൂൽ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അദബ് കെട്ട വാക്കാണ്, തിരുത്തിയിട്ടുണ്ടോ? മുത്തുനബി കുഴഞ്ഞു കിടക്കണ പിതാവിന് സമാനമാണ്. ഇതൊന്നും ആൾക്കാരെ ഈമാൻ ഫസാദാക്കൂല. നോക്കണം നിങ്ങൾ, ഇതാണ് ഇവരുടെ കളി. എത്രത്തോളം മോശമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വേറൊന്നും പറയണില്ല, ആദർശം പറയാണ്. ഇതിന് ആദർശപരമായി നേരിടേണ്ടതിന് പകരം നിങ്ങൾ കുറെ യൂട്യൂബർമാർ അവിടുന്നും ഇവിടുന്നും ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ അതിനെയും ഓവർടേക്ക് ചെയ്യും. നിങ്ങളങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം ഇതൊരു സാധാ സൂഫി കുട്ടികളല്ല. അല്ല, ആ സൂഫിയെ കിടക്ക് പറഞ്ഞത് എന്തൊരു സൂഫിയാളാണ്, ഇങ്ങോട്ട് കടിക്കുകയാണ്. അത് കിട്ടും, ഒരു സംശയവും വേണ്ട. ഒന്നിന് 10 കൂലിയാണ്.
ആ എമ്പാടും അത് കറക്റ്റ് തീർക്കും. പല പണിയെടുത്ത് നോക്കുന്നുണ്ട്. സുഹരിയൊക്കെ പോയി ലാസ്റ്റ് വന്നിട്ട് ഇനി എന്തൊക്കെ വിരോധം ഉണ്ടെങ്കിലും നമ്മൾ ഒരു ലക്ഷണം കെട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സംസ്കാരം ഒരു ഇതൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു അവസാനം വലിയ അടുപ്പുങ്ങല്ലികൾ. ഇപ്പം എന്തായി? മുമ്പ് ജിദ്ദയിൽ ജോലി ചെയ്യണ ചങ്ങായി റൂമൊക്കെ ഫ്രഷ് ആക്കി അവൻ രാത്രി കിടന്നുറങ്ങിയാണ്. നേരം വലത്ത് വാതിലോടന്നപ്പോൾ അവിടെ ഒരു പൂച്ച കാഷ്ടിച്ചു. അപ്പം പറഞ്ഞു ഈ സൗദിയിലുള്ള പൂച്ചകളൊക്കെ ഒരു നായ്ക്കളാണ്. ഒന്നും ഒരു ശ്രദ്ധ അല്ലാണ്ട് പറയുന്നേ, പഠിച്ചതല്ലേ പാടൂ. എന്നിട്ട് സംസ്കാരം ഈ അടുപ്പുങ്കൽ എന്നൊക്കെ പറഞ്ഞ് ഓൽക്കൊന്നും പറയാം. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് നിങ്ങളാ പറഞ്ഞൊക്കെ ഫിറ്റാണ്. ഇതിലിങ്ങനെ കടന്ന് നിങ്ങളെ തളപ്പിക്കും ഞങ്ങൾ. നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയും. ആരാതൊക്കെ വിശ്വാസം ഉണ്ടാക്കി? ഞങ്ങൾ വേറൊന്നും പറയണില്ല. അതുപോലെ തന്നെ കാര്യമായി നമ്മൾ പറഞ്ഞിരുന്ന വിഷയമാണ് അള്ളാഹുവിൻ്റെ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട കാര്യം. ഇവരെന്താ അവിടെ പഠിപ്പിച്ചിന്?